അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മന്ത്ലി റീസെറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും ഏപ്രിൽ മന്ത് ലാസ്റ്റിലൊക്കെ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യണമായിരുന്നു. കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോ എടുക്കാനൊക്കെ. മെയ് 1 ഒക്കെ ആകുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഞാൻ മെയിനായിട്ട് കൊടുക്കുന്നത് ക്ലീനിങ്ങും പിന്നെ മെയ് മന്തിലെ കലണ്ടറും പിന്നെ ഒരു ജേണലും ചെയ്യാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലീനിങ്ങിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്യാനിടാണ്. പിന്നെ ഞാൻ സൈഡിൽ വെച്ചിരുന്ന ആ ഒരു പ്ലാന്റ് ജസ്റ്റ് ഒന്ന് ഇന്നലെ മറിഞ്ഞു വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും അതുപോലെ തന്നെ മണ്ണൊക്കെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു കർട്ടൻ ഇട്ടതിൻ്റെ ശേഷം പിന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ക്ലീനിങ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഹെയറിൽ ഇടുന്ന ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ബെഡിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് എൻ്റെ കുറേ കാണാതായ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എടുക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടി കട്ടിൽ നീക്കിയപ്പോൾ ഫുൾ പൊടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഫുൾ റൂം ഡീപ്പ് ക്ലീൻ ചെയ്തത് തന്നെ പറയാം. അതുപോലെ തന്നെ വേഗം മാറാലൊക്കെ പിടിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചൂല് വെച്ചിട്ട് തന്നെ ജസ്റ്റ് തട്ടി കൊടുത്തു. പിന്നെ ഞാൻ കുറേ മുന്നേ ഞാൻ ചുമരിയിൽ ഒരു കറ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് ചളിയായ കൈ പറ്റിയതാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകി കൊടുത്തു. പിന്നെ അടുത്ത ടാസ്ക് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലീനിങ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് തുടച്ചു കൊടുക്കുന്നത്. ആ സ്റ്റാൻഡിൻ്റെ മേലെ വെച്ച എല്ലാ സാധനത്തിലും അതേപോലെ തന്നെ പൊടി ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് പൊടി പറ്റുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതും കൂടെ തുടയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ഈ ഒരു ലോഷൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലോഷനാണ്. അതുപോലെ തന്നെ അടിപൊളി സ്മെല്ലുമാണ്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ്. അപ്പോൾ ഇതിൽ ഫേസ് വാഷും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ വേറെയാണ്. പിന്നെ ഈ ഒരു ചെറിയ ബോക്സിലുള്ളതാണ് മേക്കപ്പ് ഐറ്റംസൊക്കെ ഇട്ട് വെച്ചത്. പിന്നെ ഈ ഒരു ബോക്സിൽ എൻ്റെ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വരി നീക്കി ലാസ്റ്റ് തുടച്ചും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 2 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെയായിരുന്നു. സാമ്പാറും ചോറും പിന്നെ പാർട്സും എഗ്ഗും ഫിഷ് ഫ്രൈ, ഉപ്പേരി, അച്ചാർ, ഉപ്പിലിട്ടത്, അങ്ങനെ എല്ലതും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അത് അടുക്കി വെക്കാൻ പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ പ്ലാന്റൊക്കെ എടുത്ത് നല്ലപോലെ വെച്ചു. ഇത് ഞാൻ കുറച്ച് നേരം വെയിലത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ നെയിൽ പോളിഷ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് ആലോചിച്ച്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊക്കെ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ മൂഡ് അങ്ങോട്ട് പോയി. പിന്നെ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പില്ലോ കവറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് ആ ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ ഓരോ മന്തിൻ്റെ എൻഡിലും ഇങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ശരിക്കും 2 ദിവസമായിട്ടാണ് ഞാൻ ചെയ്തത്. ക്ലീനിങ് ഒക്കെ തലേ ദിവസം ചെയ്തു. പിന്നെ ബാക്കി പരിപാടികളൊക്കെ അടുത്ത ദിവസമാണ് ചെയ്തത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കലണ്ടർ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ മുമ്പ് ഒരിക്കലും പിൻട്രസ്റ്റിൽ കണ്ടിരുന്നൊരു മോഡലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ മോഡലൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഐഡിയ വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റിലാണ്. അപ്പോൾ നോർമൽ പേപ്പറിനേക്കാളും കുറച്ചും കൂടെ കട്ടി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. പിന്നെ 2 സ്ട്രോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഐസ് സ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പർ റോൾ ചെയ്തതോ അങ്ങനെ എന്ത് വേണേലും എടുക്കാം. അപ്പോൾ ഇന്ത്യയിൽ സ്ട്രോ ഉള്ളൂ, അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ആ പേപ്പറിൽ ജസ്റ്റ് ഇതുപോലെ അങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ മെയ് മന്തിലെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്.
ആ 2 സ്ട്രോക്കും ഞാൻ പെയിൻറ്റും കൂടെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രോ അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കട്ടൊക്കെ ചെയ്ത് വന്നപ്പം ഓക്കെയാണ്. പിന്നെ ആ കലണ്ടറിന് കുറച്ചും കൂടെ ഒരു ക്രിയേറ്റിവിറ്റി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇത് ഞാൻ മുന്നേ ഒരിക്കൽ ചെയ്ത സ്റ്റിക്കറാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തു. പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന വേറെ സ്റ്റിക്കേഴ്സും കൂടെ എടുത്തിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്ത സ്റ്റിക്കറും അതുപോലെ തന്നെ വാഷി ടൈപ്സും ഒക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് യൂസ് ചെയ്തത്. ശരിക്കും ഇത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ അടിപൊളിയായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. സ്റ്റിക്കറാണെങ്കിലും പ്രത്യേകിച്ച് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 2 സ്ട്രോയുടെ സ്റ്റിക്കും ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റായിട്ട് ഇതുപോലൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഹാങ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ത്രെഡ് ഇങ്ങനെ തൂക്കിയത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാൻ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബോർഡിൽ ഇതുപോലെ തൂക്കിയിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഒരു ജേർണലും കൂടെ ചെയ്യാം. അപ്പോൾ ഏപ്രിൽ മന്ത് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് തീം എടുക്കാമെന്ന്. പിന്നെ പിൻട്രസ്റ്റിൽ ഞാനൊരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോണ്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെയാണ് ഇത് കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് അലങ്കാരപ്പണികൾ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെക്ക് ഷീറ്റാണ് എടുക്കുന്നത്. ഇത് മുന്നേ ഞാൻ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഞാൻ പ്രിൻ്റ് എടുത്തതായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കേക്ക് പീസിൻ്റെ മോഡലാണ്. കാരണം ഞാൻ ഏപ്രിൽ മന്തിൽ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കേക്കിൻ്റെ പിക്ക് ഒട്ടിക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു കോഫി ബോട്ടിലിൻ്റെതും ഒട്ടിക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് ഇതുപോലൊരു വാഷി ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഈ ഒരു ഗേളിൻ്റെ പിക്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു കേക്കിൻ്റെ മേലെ തന്നെ ഞാൻ ഹോം മെയ്ഡ് കേക്ക് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് കളറും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ കറണ്ട് വരും പോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വീഡിയോ എടുക്കാനും കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ലൈറ്റിൻ്റെ ഡിഫറൻസ്. പിന്നെ ആ കറണ്ട് പോയ ടൈമിൽ ഞാൻ ബാക്കിയും കൂടെ ഫില്ലാക്കി കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. ഞാൻ ഇതുവരെ ചെയ്ത ജേണലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജേണലാണ് ഈ ഒരു ഏപ്രിൽ മന്തിൽ. അപ്പോൾ ഓരോ ജേണൽ ചെയ്യുമ്പോഴും കൂടുതലും മെച്ചപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ജേണലും എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റീസെറ്റ് വ്ളോഗ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക.